20 ലക്ഷം രൂപ, ഞാൻ വീണ്ടും പറയും, താങ്കൾ ചോദിച്ചത് നന്നായി. 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാ പണിത്? 400 വീടല്ലേ പണിത്? ഇപ്പൊ എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ അല്ല, അത് പറയാം, അത് രണ്ടാമത്തെ ചോദ്യമാണ്. എന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ, അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പറയും. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ കൃത്യമായി ചോദിക്കാം, എനിക്കറിയാം. 300 കോടി രൂപയുടെ വർക്കിൽ ഈ 400 വീടിന്റെ 80 കോടി രൂപയ്ക്ക് അപ്പുറം എന്താണ് പറഞ്ഞത്? പറഞ്ഞു. അല്ല, ഞാൻ പറയാ. അപ്പൊ അതിന് ഉത്തരവില്ലല്ലോ. അപ്പൊ എന്റെ അവ്യക്തത, എന്റെ ഉത്തരത്തിലെ അവ്യക്തത, അതായത് സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തത ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്കില്ല, നിങ്ങളെപ്പോലെ പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന് അവ്യക്തത ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒക്കെ അവ്യക്തത ഉണ്ട്. അപ്പൊ ആ കാര്യം ഒന്നാമത്തെ ഉത്തരം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. അല്ല, പറ, എന്നാ കൈമാറി? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ കൈമാറിയത്? തീയതി ഏത് മാസമായിരുന്നു? ഓർക്കുന്നില്ലേ? ഏത് മാസം കൈമാറിയത്? ഡേറ്റ് എന്നാ ഞാൻ പറയാം. ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിന്റെ 2025 ഏപ്രിൽ മാസത്തിന്റെ 23 മറ്റാണെന്നാണ് എന്റെ ഓർമ്മ. 20 കോടി രൂപയുടെ ചെക്ക് അല്ലെ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒരു ചെക്ക് കൈമാറുന്നത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി രൂപ കൈമാറണല്ലോ. എന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തുക കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോട് കൂടി ചോദിക്കും, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാനതാ പറയുന്നേ. അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ശരി, അന്ന് അതിന്റെ ഉത്തരം പറയാം. 2025 ഏപ്രിൽ 23-ന് 20 കോടി രൂപ ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയുന്നു. 20 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ദിവസം കൈമാറിയിട്ടില്ല. എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്ന് അറിയാമോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചത്, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച് 1 കോടി രൂപ മേളിൽ വരില്ല. പൈസ എന്താ ചെയ്തത്? എന്താ ചെയ്തേ? ഇനി 1, ഇനി 2, ഇനി 2. അഴിമതിയല്ലേ? 2025 ഏപ്രിൽ മാസത്തിൽ 20 കോടി രൂപ കൈമാറി എന്ന് പറഞ്ഞു. അന്ന് കൈമാറിയിട്ടില്ല. ആ തുക കൈമാറിയത് 2026 ജനുവരി മാസത്തിലാണ്. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പൊ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ? അല്ല, മിനിസ്റ്റർ പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തത്, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ പിരിച്ച ഫണ്ട്? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? പൂർത്തീകരിച്ചാണ് പോകേണ്ടത്. കാരണം പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിലാലി ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക
പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ കേട്ടോളൂ. അബലാലയുടെ മിനിസ്റ്ററായി വളരെ ബന്ധമുള്ള ആളാണ്. ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള ആളാണ്. കേട്ടോളൂ. അന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? ഡിവൈഎഫ്ഐ പറഞ്ഞതെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. പിന്നെ ഞാനിപ്പോ ആ വിഷയം ഇവിടെ ഉന്നയിക്കാനല്ലോ, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. വീടുകൾ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA-മാരടക്കമുള്ളവർ കൊടുത്ത പൈസ, ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ. ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ല പറഞ്ഞാൽ, CPM പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലോ. ഞങ്ങൾ പറഞ്ഞ വീട് സമയബന്ധിതമായി പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുന്നതിന് കൃത്യമായ മാർഗ്ഗം. നേരത്തെ പറഞ്ഞൊരു കാര്യത്തില്ലേ, ഞാൻ ബഹുമാനപ്പെട്ട UDF സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അധിക്ഷേപത്തിനൊന്നും ഞാൻ നടന്നില്ല. ഞാൻ അങ്ങോട്ട് പോയതല്ല. ഞാൻ നടന്ന് പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മളുടെ അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, ഒരു ഇനാം പ്രഖ്യാപിക്കുക. അപ്പോൾ സാധാരണ സ്ത്രീകൾക്കെതിരെ സമരം നടക്കുമ്പോൾ പെൺകുട്ടികൾ ഉണ്ടാകും, സ്ത്രീകൾ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ പുരുഷന്മാർ വന്നിട്ട് ഇതിലേക്ക് ഇടിച്ചു കയറുക, അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് വന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതാ പ്രഖ്യാപിക്കുന്നതോ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് ഞാൻ ഒരു ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ പല സ്ഥാനാർത്ഥികളുമായിട്ടും നമ്മൾ മത്സരിക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ ഇറങ്ങി വന്നിട്ട് ഗ്രീറ്റ് ചെയ്തു പോകുന്ന ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച. അപ്പോൾ പോറ്റിയെ കയറ്റിയെ എന്ന് പറയുമ്പോൾ പോറ്റിയെ ശബരിമലയെ കയറ്റിയത് ആരാണെന്നും പോറ്റിയെ ജയിലിൽ കയറ്റിയത് ആരാണ് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സർക്കാരിനതിൽ വളരെ കൃത്യമായ നിലപാടാണ്. സ്വർണം കട്ടവനും കൊണ്ടുപോയവനും ഒക്കെ ഒറ്റ ഫ്രെയിമിലേ വന്നിട്ടുള്ളൂ, ഒറ്റ ചിത്രത്തിൽ. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം നോക്കാത്ത നടപടി എടുത്തിട്ടുണ്ട്. അതിന് തുടർന്നും ആ നിലയിൽ തന്നെ അത് പോകും. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വളരെ കൃത്യമായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അത് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. മുന്നോട്ട് പോകുന്നത് ഒറ്റ കാര്യം മാത്രം, അതായത് നമ്മുടെ കപ്പിത്താനായ മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടാണ് ഒരു പരാമർശം നടത്തുന്നത്. സഖാവി ഒരു ചോദ്യം എന്ന് കോന്നിയിലെ LDF കൺവെൻഷനിൽ ഒരാൾ പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതൊരു തിരിച്ചടിയായി മാറുമോ തെരഞ്ഞെടുപ്പ്? മോഹൻ രാവിലെ തന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രസംഗത്തിനിടെ ഞാൻ അതിന് ചോദിക്കാൻ പാടില്ല. അദ്ദേഹം കറകളഞ്ഞൊരു സഖാവാണല്ലോ. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കൂടുതൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞതും അല്ലാതെ പറഞ്ഞതും രണ്ടാണ്. അപ്പം ഇതൊരു നല്ല ഭാഷയാണ്, ഒരു പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന ഭാഷയാണോ ഇത്? ഞാൻ മറുപടി പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ വലുതായിട്ട് ഒരു മറുപടി ആ സഖാവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരെണ്ണം എനിക്ക് പറയാനില്ല. കാരണം അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ പ്രസംഗത്തിനിടയിൽ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഒരു മറുപടി എനിക്ക് പറയാനില്ല. ആ സഖാവ് മറുപടി പറഞ്ഞു. അദ്ദേഹം ആ മറുപടി പറഞ്ഞു. ഈ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ ആ സഖാവ് പറഞ്ഞ മറുപടി അങ്ങയുടെ ക്യാമറ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും NDA ഉയർത്തിക്കാട്ടുന്ന അഴിമതിരഹിത ഭരണം ഈ രണ്ട് ചർച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറ്റം പറയുകയാണ്. ഇനിയും ശബരിമല വിഷയത്തിലും പോറ്റി ആരൊക്കെ കണ്ടെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തും ഇവർ തമ്മിലാണ്. അതുകൊണ്ട് ഇത് മാറാത്തതും മാറ്റണം. അതിനുവേണ്ടിയിട്ടാണ് NDA നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.